ടോമി എന്ന നായെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ അനിയൻ ഷെബിൻ അവൻ്റെ വീട്ടിലേക്ക് 2 നായ്ക്കുട്ടികളെ കൊണ്ടുവന്നു. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മേൽഭാഗത്തായിട്ട് YMC എന്ന് പറയുന്ന ഹാളും പറമ്പുമുണ്ട്. ആ പറമ്പിൽ പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പട്ടി തീറ്റ തേടാനായി പോയ സമയത്താണ് അവൻ ആ കുട്ടികളെ എടുത്തു കൊണ്ടുവന്നത്. അതിൽ ഒരു പട്ടിക്കുട്ടിയെയും ആരോ കൊണ്ടുപോയി. അവശേഷിച്ച ആ പട്ടിക്കുട്ടിയുടെ പേരാണ് ടോമി. ആ ടോമിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ പട്ടിക്കുട്ടിക്ക് പാലും ബിസ്ക്കറ്റും എല്ലാം കൊടുത്തു വളർത്തി. കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ വീട്ടിൻ്റെ ചവിട്ടുപടിയിൽ തന്നെയാണ് അവൻ എപ്പോഴും വന്ന് കിടക്കാറ്. പലപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് അവന് ഭക്ഷണം കൊടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവനോട് നല്ല സ്നേഹത്തിലായി. അവനും ഞങ്ങളോട് ഭയങ്കര സ്നേഹത്തിലായി. പലപ്പോഴും ഷെബിൻ്റെ അച്ഛനും വന്ന് എന്നിട്ട് അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് വരുവാൻ ആയി അവനെ നല്ലവണ്ണം ശിക്ഷിച്ചിരുന്നു. ചങ്ങലക്കിട്ടിട്ടും കൂട്ടിൽ കയറ്റിയിട്ടും വളരെയധികം നോക്കി. അതൊന്നും ടോമിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ടോമിയുടെ ഇഷ്ടപ്രകാരം പുറത്തു വിടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ടോമി വളരെ വർഷങ്ങളായി സ്വതന്ത്രനായി മേഞ്ഞു നടക്കുന്നു. പാടത്ത് കൂടുന്ന മറ്റു നായകളുമായി വഴക്കിടാൻ പോകും. മിക്കവാറും ടോമിക്ക് തന്നെയാണ് ജയം കിട്ടുന്നത്. ചില സന്ദർഭങ്ങളിൽ പരിക്കുകളോടെ വരുന്നതും കാണാം. പിന്നെ ഈ ടോമിക്ക് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ആരുടെയും കോഴികളെ ഉപദ്രവിക്കാനൊന്നും പോകില്ല. പകരം ഷെബിൻ്റെ വീട്ടിലെ കോഴിയായാലും എൻ്റെ വീട്ടിലെ കോഴിയായാലും ഏതെങ്കിലും കീരിയോ പോക്കാലിനെ പിടിക്കാൻ വന്നാൽ അവയെ നേരിടുന്നതും ടോമി തന്നെയാണ്. അതിനും പുറമെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെല്ലാം നടന്ന് യാത്രയ്ക്ക് പോകുന്നുവോ അവരുടെ കൂടെയെല്ലാം കാവലാളി കൂടെയുണ്ടാകും. കൂടാതെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തായി അവൻ അറിയാത്തവർ വിരളമാണ്. ഞങ്ങളുടെ പറമ്പിലേക്ക് പന്നിയെല്ലാം വരുമ്പോൾ വളരെ ഉച്ചത്തോടെ കുറച്ച് അതിന് പിന്നാലെ പോയി പന്നിയെ അവിടെ നിന്ന് ഓടിപ്പിക്കാറുമുണ്ട്. ഇപ്പോഴും ടോമി ഞങ്ങളുടെ എല്ലാവരുടെയും മുറ്റത്തും പറമ്പിലുമായി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ജീവിച്ചു വരുന്നു. താങ്ക് യു ഓൾ.